Hi all, welcome to Stay Wow. ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കാര്യമാണ് റെസ്യൂം അല്ലെങ്കിൽ ബയോഡാറ്റ. പക്ഷേ ആ ഒരു കമ്പനി പറഞ്ഞ ആ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഉണ്ടായിട്ടും നമ്മളിങ്ങനെ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വിളിക്കുന്നില്ല. ആ ഒരു ഇൻ്റർവ്യൂ കോൾ അങ്ങനെ കിട്ടാത്ത പല അവസ്ഥകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. സോ ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു കോൾ വരാതിരിക്കാനുള്ള ചിലപ്പോൾ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബയോഡാറ്റയിലോ റെസ്യൂമിലോ ഉള്ള ചില മിസ്റ്റേക്കുകളായിരിക്കാം. ഒരു നല്ല ബയോഡാറ്റ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോ നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ കിട്ടുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് തയ്യാറാക്കുന്ന ഈ ഒരു റെസ്യൂമിൽ ഈ ഒരു ബയോഡാറ്റയിൽ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ വരുത്തി പോകുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണം നമ്മളുടെ കയ്യെത്തും ദൂരത്ത് നിന്ന് നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു റെസ്യൂം തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് തെറ്റുകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതിലാദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റെസ്യൂം അല്ലെങ്കിൽ ബയോഡാറ്റ എന്ന് ഒരിക്കലും ഒരു കാരണവശാലും അതിൻ്റെ മുകളിൽ എഴുതി വെക്കരുത്. പലരുടെയും പല ബയോഡാറ്റയിലും റെസ്യൂമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളങ്ങനെ പ്രത്യേകിച്ച് അത് എഴുതി വെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളത് അയച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ അതൊരു റെസ്യൂം ആണെന്നുള്ള പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, അനാവശ്യമായ വിവരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു ബയോഡാറ്റ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾക്കൊരു ജോലി തരപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് ജോലി തരുന്ന ഒരാളെ അറിയിക്കണം എന്നതല്ല. അതുകൊണ്ട് ബയോഡാറ്റയിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ബയോഡാറ്റയിൽ ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോട്ടോ വെക്കുക എന്നുള്ളത്. അതിൽ അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫോട്ടോ വെക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ അതിൽ അവരങ്ങനെ ഉറപ്പായിട്ടും ഇങ്ങനെ ഫോട്ടോ വെക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫോട്ടോ വെക്കുക. നാലാമത്തെ കാര്യമാണ് 2 പേജിൽ കൂടരുത് എന്നുള്ളത്. ഒരുപാട് പേജിൽ ഒരു റെസ്യൂം തയ്യാറാക്കി എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഒരാളും അത് മുഴുവനായിട്ട് വായിക്കണമെന്നില്ല. അത് നോക്കുന്ന ആളുകൾ ആ ഒരു സ്ഥാപനത്തിലെ ആ ഒരു ജോലിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് നിങ്ങൾ യോഗ്യരാണോ എന്നുള്ളത് മാത്രമേ അവർ നോക്കുന്നുണ്ടായിരിക്കുള്ളൂ. സോ നിങ്ങളിങ്ങനെ ഒരുപാട് എഴുതേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റെസ്യൂമാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർത്ഥശൂന്യമായ ഭാഷ വേണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ മെസ്സേജൊക്കെ അയക്കുന്ന ടൈമിൽ എല്ലാ കാര്യവും വളരെ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞു പോകാറ്. നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ശീലിച്ചേക്കുന്നത്. സോ നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ ബയോഡാറ്റയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ ഡെയിലി അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് നമ്മൾ അറിയാതെ തന്നെ അത് ബയോഡാറ്റയിലും കൂടെ ഉൾപ്പെടുത്തി പോകും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ വരുത്തി വയ്ക്കുന്നത്. റെസ്യൂമിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണിത്. ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുത്തി വെക്കുന്നത്. അത് നമ്മുടെ യോഗ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു റെസ്യൂം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് നിങ്ങൾ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ല അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളത് അയക്കാൻ പാടുള്ളൂ. പിന്നീട് പല റെസ്യൂമുകളിലും കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ ഹെഡിങ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഓരോ ഹെഡിങ്ങും ഓരോ കളറിലൊക്കെ എഴുതിയിരിക്കുന്നത്. സോ അങ്ങനെ എഴുതിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവണമെന്നില്ല, ഗുണം ഉണ്ടാവില്ല. സോ അത് ചിലപ്പോൾ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നല്ല ബയോഡാറ്റ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വലിയ പാരഗ്രാഫുകളിലാക്കി നീട്ടി വലിച്ച് എഴുതുന്ന ഒരു പ്രവണത. ഇത് നിങ്ങളുടെ ആ ഒരു ബയോഡാറ്റ മതിപ്പില്ലാതാക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ യോഗ്യതകൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അയക്കുന്ന ബയോഡാറ്റയിലെ അക്ഷരങ്ങൾ അതായത് ഈ ഫോണ്ട് സൈസിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് വളരെ ചെറുതാവാനും പാടില്ല, അതേപോലെ ഒരുപാട് വലുതാകാനും പാടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ബയോഡാറ്റയിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലിക്ക് ബയോഡാറ്റ അയക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഇത്തരം ചെറുതും വലുതുമായ തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് ഇനി നല്ലൊരു ബയോഡാറ്റ അയക്കാം. സോ നിങ്ങൾക്ക് അർഹിക്കുന്ന ജോലി അത് നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.